ഈ വീഡിയോയിൽ തൃശ്ശൂർ മ്യൂസിയത്തിൽ കാണാവുന്ന അതുല്യമായ ജീവജാലങ്ങളുടെ സമാഹാരം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ സമൃദ്ധമായ പ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന വിസ്മയകരമായ പക്ഷികൾ, അനേകം വർഗത്തിലുള്ള പാമ്പുകൾ, മനോഹരമായ ഫ്രഷ് വാട്ടർ മത്സ്യങ്ങൾ എന്നിവയെ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നു. തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ സവിശേഷതകളെ ഉൾപ്പെടുത്തിയ വീഡിയോ ഇത് ഒന്നാം ഭാഗമാണ്. പക്ഷികൾ, പാമ്പുകൾ, മത്സ്യങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഒന്നാം ഭാഗം. ഈ വീഡിയോയിൽ ഓരോ വിഭാഗത്തിൻ്റെയും സവിശേഷതകളും ആകർഷകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ അറിയാനും പഠിക്കാനും ലളിതവും ഗഹനവുമായ ഒരനുഭവം. ഇതിൽ വിരളമായ പക്ഷികളുടെ സമാഹാരം, അപൂർവ പാമ്പുകളുടെ സവിശേഷതകൾ, വെള്ളജന്തുക്കളുടെ അത്ഭുത ലോകം, മ്യൂസിയത്തിൽ സംരക്ഷിച്ച ജീവജാലങ്ങളുടെ വിവരങ്ങൾ, സ്വഭാവം, വർഗീകരണം, വ്യത്യസ്തതകൾ എന്നിവ ശാന്തമായ അന്തരീക്ഷത്തിൽ പഠനാർഹമാക്കാം. ഈ കാണുന്നത് ഒരു തേക്ക് തടിയുടെ ചിത്രമാണ്. തേക്ക് തടി അതിൻ്റെ റിങ് സൂചിപ്പിക്കുന്നത് പ്രായത്തെയാണ്. എന്തുമാത്രം പഴക്കമുള്ള പ്രായമായ തേക്കാണ് ഇതിലുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം വിശാലമായ റിങ്സോട് കൂടിയ തേക്ക് തടി. ഇത് ഒരു ഫിഷിൻ്റെ സ്റ്റഫാണ് കാണിച്ചിട്ടുള്ളത്. റിയ എന്ന് പറഞ്ഞൊരു പക്ഷി മൃഗശാലയിലുണ്ട്. അതിൻ്റെ സ്റ്റഫാണ്. അടുത്തത് നീർനായ, ഓട്ടർ. പറക്കുന്ന വവ്വാല്, അറബിക്കുരങ്ങ്, പറക്കുന്ന അണ്ണാൻ. പറക്കുന്ന വവ്വാലല്ല, പറക്കുന്ന അണ്ണാനാണ് കേട്ടോ. ഈനാമ്പേച്ചി. അങ്ങനെ സവിശേഷങ്ങളായ ജീവജാലങ്ങളുടെ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ കഴിയും. ഓന്ത്. ഇത് വെള്ളമയിലുകളുടെ, പക്ഷികളുടെ, മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റഫടങ്ങിയ ഡിസ്പ്ലേ. വളരെ മനോഹരമായിട്ട്, വളരെ ആകർഷകമായിട്ടും നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പാകത്തിന് ഒരുക്കിയിട്ടുള്ള മ്യൂസിയം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, തൃശ്ശൂരിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ അനുഭവവേദ്യമാക്കുന്ന ജീവജാലങ്ങളുടെ വർണ്ണശബളമായ ജീവിതം സൂചിപ്പിക്കുന്ന ഡിസ്പ്ലേകൾ ഏവരെയും ആകർഷിക്കും. ഇത് പക്ഷികളുടെ വിഭാഗം. മക്കാവ് മുതൽ കൊക്കുകൾ മുതൽ ചെറുതും വലുതുമായ ധാരാളം പക്ഷികളുടെ സവിശേഷമായ ഡിസ്പ്ലേ.
ഫിഷുകളുടെ ലോകം. പലതരം ഫിഷുകൾ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ നിരവധി ഫിഷുകളും ആമ, എല്ലാം നമുക്ക് നോക്കി നടന്ന് കാണാൻ ധാരാളം ഐറ്റങ്ങളുണ്ട്. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന, അത്ഭുതം ഉളവാക്കുന്ന ധാരാളം ജീവജാലങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട്. ഇനി മുട്ട. ധാരാളം മുട്ടകൾ ഡിസ്പ്ലേയിലുണ്ട്. ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ കിളികളുടെ മുട്ടകൾ, ചെറിയ കിളികൾ, വലിയ കിളികൾ മാത്രമല്ല, ചെറിയ കിളികളുടെയും ഏറ്റവും ചെറിയ കിളികളുടെയും സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. നമ്മുടെ ജീവജാലങ്ങളുടെ വൈവിധ്യം. ഇത് രാജവെമ്പാലയുടെ സ്റ്റഫാണ്. ഇത് രാജവെമ്പാലയുടെ അസ്ഥിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നല്ല വലിപ്പമുള്ളൊരു രാജവെമ്പാല. ഇനി പാമ്പിൻ തോലുകൾ. ഇതെല്ലാം അമൂല്യമായ നിധികളാണ്. ഇതിൻ്റെ പഴക്കം കൊണ്ടും അതിൻ്റെ അപൂർവത കൊണ്ടും വിലമതിക്കാനാകാത്ത അപൂർവമായ ശേഖരങ്ങളാണ് ഈ മ്യൂസിയങ്ങളിലുള്ളത്. ഇതൊരു ആമയുടെ തോടാണ്. ഇനി കിളികൾ. കൊച്ചു കൊച്ചു കിളികളുടെ നല്ലൊരു ഡിസ്പ്ലേ തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എന്തുകൊണ്ടും വൈവിധ്യമാർന്ന ആകർഷകമായ തൃശ്ശൂർ മ്യൂസിയം.